ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാസം 5000 രൂപ വരെയും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉള്ളവർക്ക് മാസം 10 മുതൽ 15000 രൂപ വരെയും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലാറ്റ്ഫോമാണ് പൈപേ. ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ബേസിക്കലി നമ്മൾ ഓൺലൈനായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കുന്ന ഒന്നാണ് ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഓഫേഴ്സ്. നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നെന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഓഫേഴ്സ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടാറുണ്ട്. പലപ്പോഴും 10 to 5% ഒക്കെ നമുക്ക് ഡിസ്കൗണ്ട്സ് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട്സ് അവൈൽ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ പക്കൽ ക്രെഡിറ്റ് കാർഡ്സ് വേണം. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. എസ്പെഷ്യലി നിങ്ങൾ വലിയ എന്തെങ്കിലും ഗാഡ്ജറ്റ്സോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഹോം അപ്ലയൻസസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഓഫേഴ്സ് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങളൊരു 30,000 രൂപയുടെയോ 50,000 രൂപയുടെ ഒക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഏകദേശം 2000 മുതൽ 3000 അല്ലെങ്കിൽ 5000 റുപ്പീസ് വരെയൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഇല്ലാത്തവർക്ക് ഈ ഒരു പൈപേ എന്ന പ്ലാറ്റ്ഫോമിലൂടെ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഓഫേഴ്സ് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഈ ഒരു പൈപേ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള മുഴുവൻ ഡീറ്റെയിലും വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓൾസോ യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വളരെ ക്വിക്കായിട്ട് ഈ ഒരു പൈപേ ആപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. പൈപേയുടെ ഇന്റർഫേസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. മാത്രമല്ല നിങ്ങളുടെ കാർഡ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട കാര്യമല്ല. 100% സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. താഴോട്ട് വരുമ്പോൾ നമുക്കിത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ എല്ലാം റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോമാണ്. മാത്രമല്ല ഏകദേശം 200Kയിലധികം, ദാറ്റ് മീൻസ് ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2-2.5 ലക്ഷം ആളുകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർഡ്സ് ഇല്ലാത്ത ആളുകൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കാർഡ് ഉള്ളവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഓൺലൈൻ ഓഫേഴ്സ് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. കാർഡ് ഹോൾഡേഴ്സിന് മണിയും ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ്. നമുക്ക് ഏത് കാർഡ്സും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ ഒരു കാർഡ് മാത്രമേ കിട്ടൂ അങ്ങനെയൊന്നുമില്ല. കാരണം കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ളത് കൊണ്ട് തന്നെ ഏത് കാർഡ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഡിസ്കൗണ്ട്സ് അവൈൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ റിയൽ ടൈം ആയിട്ട് തന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം ആ ഒരു കാർഡ് മാച്ച് ഫൈൻഡ് ചെയ്യാനായിട്ട് ഒരു 1 മിനിറ്റ് സമയം അല്ലെങ്കിൽ മാക്സിമം ഒരു 1 or 2 മിനിറ്റ്സ് സമയം മാത്രം മതി. അതിനകം തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കാർഡ് ഹോൾഡേഴ്സിനെ ഫൈൻഡ് ചെയ്തുകൊണ്ട് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്മീഷൻസ് ഏൺ ചെയ്യാനായിട്ടും കാർഡ് ഹോൾഡേഴ്സിന് കമ്മീഷൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. മാത്രമല്ല ഇതിൽ റീഇംബേഴ്സ്മെൻറ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിട്ടേൺ പീരീഡ് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുന്നതാണ്. മാത്രമല്ല വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് ഇതിലൂടെ പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അതൊക്കെയാണ് ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ താഴെ തന്ന ലിങ്ക് വഴി ഒരു ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പൈപേ അവൈൽ കാർഡ് ഓഫേഴ്സ് എന്നൊക്കെ കാണാനായിട്ട് പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസിൽ ഇപ്പോൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് അവൈൽ എനി കാർഡ് ഡിസ്കൗണ്ട് എന്നൊക്കെ കാണാം. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ആ ഒരു മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. OTP ഒന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് ചെല്ലാനായിട്ട് പറ്റും. നമ്മുടെ പേര്, ഫുൾ നെയിം കൊടുക്കണം, ഇമെയിൽ ID കൊടുക്കണം. പിന്നെ ഒരു റെഫറൽ കോഡ് ഉണ്ട്. അത് ഓപ്ഷനിലാണ്, വേണം നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ എല്ലാം ഫില്ല് ചെയ്ത ശേഷം ഈ ഒരു പേജിൽ നമുക്ക് പ്ലാറ്റ്ഫോംസ് കാണാനായിട്ട് പറ്റും. ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ മൊബൈൽസ് മാത്രം പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫാഷൻ കാറ്റഗറി ഉണ്ട്, ഇലക്ട്രോണിക്സ്, അപ്ലയൻസസ്, ഹോം, പേഴ്സണൽ കെയർ, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ടിലോട്ടാണ് ചെന്നിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ ചെന്നുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പൈപേ ആപ്പിലൂടെ കാർഡ് ഹോൾഡേഴ്സിന് എങ്ങനെയാണ് പണം ഏൺ ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം. അതിനായിട്ട് ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് ഇവിടെ താഴെ ഏൺ എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കാർഡ്സിൻ്റെ ഡീറ്റെയിൽ കാണാനായിട്ട് പറ്റും. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആഡ് ന്യൂ കാർഡ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. കാർഡ് ഹോൾഡറുടെ പേര് ആദ്യം തന്നെ ടൈപ്പ് ചെയ്യണം. പിന്നെ ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണുള്ളത് ആ ഒരു ലിമിറ്റ് ഇതിൽ എൻ്റർ ചെയ്യുക. കറക്റ്റായിട്ടുള്ള ലിമിറ്റ് വേണം എൻ്റർ ചെയ്യാനായിട്ട്. പിന്നെ ബാങ്ക് ചൂസ് ചെയ്യുക. ഓൾസോ കാർഡ് നെറ്റ്വർക്ക് ചൂസ് ചെയ്യുക. അതിനുശേഷം ബ്രാൻഡഡ് കാർഡ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിതിൽ എൻ്റെ ഒരു ഫ്ലിപ്കാർട്ട് ആക്സിസ് കാർഡ് ആണെങ്കിൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ പേര് ഇതിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കാർഡിൻ്റെ ലിമിറ്റ് 1,20,000 ആണെങ്കിൽ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ബാങ്ക് ചൂസ് ചെയ്യാനായിട്ട് പറയും. അതിൽ നമ്മൾ ബാങ്കിൻ്റെ പേര് ആക്സിസ് ബാങ്ക് ആണ്, ആക്സിസ് ബാങ്ക് എന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കാർഡിൻ്റെ നെറ്റ്വർക്ക് ഏതാണോ, ഇപ്പം നിങ്ങളുടെ മാസ്റ്റർ കാർഡ് ആണെങ്കിൽ ആ ഒരു മാസ്റ്റർ കാർഡ് ചൂസ് ചെയ്യുക. പിന്നെ ബ്രാൻഡഡ് കാർഡ് എന്നുള്ളതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഫ്ലിപ്കാർട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കാർഡ് വേരിയൻറ്റ് ഏതാണോ അതിനനുസരിച്ച് വേണം ചൂസ് ചെയ്യാനായിട്ട്. ആഡ് ബട്ടൺ ടാപ്പ് ചെയ്യുന്നതോടുകൂടി കാർഡ് സക്സസ്ഫുൾ ആയിട്ട് ഇതിലോട്ട് ആഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡീൽസും കാണാനായിട്ട് പറ്റും. വ്യൂ ഓൾ ഡീൽസ് എന്ന് കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കസ്റ്റമർ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ആ കസ്റ്റമർ വാങ്ങിക്കുന്നത് ഈ ഒരു ടീഷർട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് ഉപയോഗിച്ചു. അപ്പോൾ നേരത്തെ നമ്മൾ കാർഡ് ആഡ് ചെയ്യുന്ന സമയത്ത് കാർഡ് നമ്പറോ ഡീറ്റെയിലോ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല.
ഇപ്പോൾ ഈ ഒരു ഡീൽ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് 5 റുപ്പി ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കാർഡ്സിൻ്റെ ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. ഓൾസോ നമുക്ക് കിട്ടുന്ന റിവാർഡ്സും ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത്തരത്തിലാണ് നമുക്ക് കാർഡ് ഹോൾഡേഴ്സിന് ഇതിൽ പണം ഏൺ ചെയ്യാനായിട്ട് പറ്റുക. നമുക്ക് നോർമലി എങ്ങനെയാണോ ഫ്ലിപ്കാർട്ടിൽ ഷോപ്പിംഗ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ഫോണൊന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആ ഒരു ഫോണിൻ്റെ കാറ്റഗറിയിലോട്ട് ചെന്ന് ഞാനിപ്പോൾ ഒരു ഐഫോൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐഫോൺ വാങ്ങുന്ന സമയത്ത് എത്ര ഡിസ്കൗണ്ടാണ് അവൈൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ക്വിക്കായിട്ട് കാണാം. ഒരു കാർഡ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഫോൺ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുക. നമ്മൾ ഏതാണോ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഫോൺ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫോൺ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഫ്ലിപ്കാർട്ടിൽ എങ്ങനെയാണോ ഷോപ്പിംഗ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബൈ നൗ എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്ത് ലാസ്റ്റ് പേയ്മെൻറ്റ് പേജിലോട്ട് വരിക. ഇപ്പോൾ നമ്മുടെ കാർഡ് ഹോൾഡറിനെ ഫൈൻഡ് ചെയ്യുന്ന ഒരു പേജ് കാണാം. ആ ഒരു കാർഡ് ഹോൾഡറിനെ ഫൈൻഡ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു 1 മിനിറ്റ് വരെയൊക്കെ എടുക്കും. ഇപ്പോൾ ഒരു കാർഡ് ഹോൾഡർ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ആ ഒരു എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ പ്ലേസ് ആകുന്നതാണ്. UPI ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കാർഡ് ഓപ്ഷനും അവൈലബിൾ ആണ്. കാർഡ് വെച്ച് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് സ്ലൈറ്റ്ലി കുറയുന്നുണ്ട്, പക്ഷേ UPI ആണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ UPI മോഡിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. UPI മോഡിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് UPI ID എൻ്റർ ചെയ്തോ അല്ലെങ്കിൽ QR കോഡ് ജനറേറ്റ് ചെയ്തൊക്കെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് UPI ആപ്പിലോട്ട് ഇത് റീഡയറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾസോ നമുക്ക് QR കോഡ് ആണെങ്കിൽ ആ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്തുകൊണ്ടും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്തുകൊണ്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ഭീം UPI സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യാം. ഈ ഒരു കാണുന്ന QR കോഡിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ആകുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ആകുന്നത് 2 കാറ്റഗറി ആളുകൾക്കാണ്. ഒന്ന് ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന് യൂസ്ഫുൾ ആണ്. ഒരു ക്രെഡിറ്റ് കാർഡ് വഴി പരമാവധി നിങ്ങൾക്ക് 5000 റുപ്പീസ് വരെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാർഡ്സും ഇതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരുപാട് ഇൻകം ഏൺ ചെയ്യാനായിട്ട് പറ്റും. ക്രെഡിറ്റ് കാർഡ്സ് എല്ലാം യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് എല്ലാം അവൈൽ ചെയ്യാനായിട്ട് ഇത്തരത്തിൽ സ്പെൻസ് മസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ പക്കൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, തീരെ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ആ ഒരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ലൈക്ക് ലോൺസ് ആക്സസ് എല്ലാം അവൈൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പെൻസ് കൂട്ടി കിട്ടുന്നതാണ്. പിന്നെ പല കാർഡ്സിനും നമുക്ക് ആനുവൽ ഫീ എല്ലാം ഒഴിവാക്കിയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കണം. ഒരു വർഷം പരമാവധി 2 ലക്ഷം 3 ലക്ഷമൊക്കെ കാർഡ് ഉപയോഗിച്ചിട്ട് സ്പെൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിനായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് എമൗണ്ട് സ്പെൻഡ് ചെയ്യാം. ഓൾസോ നിങ്ങൾക്ക് ആ ഒരു സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് മുകളിൽ ഇൻകമും കിട്ടുന്നതാണ്. ദാറ്റ് മീൻസ് ഒരു വരുമാനവും കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഡിഫറൻറ്റ് ആകുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഈവൻ 1 ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇൻകം ഏൺ ചെയ്യാനായിട്ട് പറ്റും. പല ക്രെഡിറ്റ് കാർഡ്സിന് നമുക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടാറുണ്ട്. ഓരോ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് റിവാർഡ്സ് കിട്ടാറുണ്ട്. ആ ഒരു റിവാർഡ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിവാർഡ് പോയിന്റ്സും ഈസി ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇനി ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ പക്കൽ പലപ്പോഴും നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ്സ് ഉള്ള സുഹൃത്തുക്കളിലോട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ, ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പലരും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. പേഴ്സണലി എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് അത്തരത്തിൽ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യേണ്ടതില്ല. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് ഹോൾഡേഴ്സിന് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ഓൾസോ നിങ്ങൾക്ക് വലിയ വലിയ പ്രൊഡക്റ്റ് എല്ലാം വാങ്ങിക്കുന്ന സമയത്ത് നല്ല ഡിസ്കൗണ്ട്സും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അവൈൽ ചെയ്യാവുന്നതാണ്, ഈവൻ വിതൗട്ട് ഹാവിങ് എ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ആൾക്കും യൂസ്ഫുൾ ആണ്, ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കും ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു പൈപേ ആപ്ലിക്കേഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുഴുവൻ ഡീറ്റെയിലും വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളിലോട്ടും അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓൺലൈൻ ഓഫേഴ്സ് നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടും ഈ ഒരു ഇൻഫോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.